തൊണ്ടി മുതൽ തിരുമറി നടത്തിയ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീൽ ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. നെടുമങ്ങാട് ജുഡീഷ്യൽ 1-ാം ക്ലാസ് കോടതി ആന്റണി രാജുവിനെ ശിക്ഷിച്ചിരുന്നു. ഈ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ. ലഹരിക്കേസിലെ പ്രതിയായ വിദേശിയെ രക്ഷിക്കാനായി തൊണ്ടി മുതലായ അടിവസ്ത്രം മുറിച്ചു മാറ്റം വരുത്തിയും തെളിവ് നശിപ്പിച്ചു എന്നാണ് ആന്റണി രാജുവിനെതിരെയുള്ള കേസ്. ആന്റണി രാജു 2-ാം പ്രതിയായ കേസിൽ 3 വർഷം തടവിനും 10,000 രൂപ പിഴയുമാണ് നെടുമങ്ങാട് കോടതി ശിക്ഷ വിധിച്ചത്. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിനുള്ള FCRA ചട്ടങ്ങൾ കർശനമാക്കിയ കേന്ദ്ര നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി സംഘടനകൾ. ചട്ടഭേദഗതി ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ആരോപിച്ചാണ് CBCI അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. ചട്ടഭേദഗതിക്കെതിരെ ജൂലൈ 3-ന് ദേശീയ പ്രതിഷേധ ദിനമായി ആചരിക്കാനാണ് തീരുമാനം. FCRA ബിൽ പാർലമെന്റിൽ കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ ആശങ്കയറിയിക്കാൻ വരുന്ന ഞായറാഴ്ച ദേശീയ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ CBCI നേരത്തെ ആഹ്വാനം നൽകിയിരുന്നു. 3 ആഴ്ചയ്ക്കപ്പുറം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങാനിരിക്കെ ചട്ടഭേദഗതി ചെയ്തത് വിവാദ ബിൽ വീണ്ടും കൊണ്ടുവന്നേക്കാമെന്ന സൂചനയാണ് നൽകുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സഭകൾ കടുത്ത പ്രതിഷേധം ഉയർത്തിയതോടെ BJP പ്രതിരോധത്തിലായതിനെ തുടർന്നാണ് ചർച്ചയ്ക്കെടുക്കാതെ ബിൽ മാറ്റിവെച്ചത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ദുരിതക്കയത്തിലായിരിക്കുകയാണ് നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകളിലെ കൊക്കിൻ കൂട്ടങ്ങൾ. 2 ഹാർബറുകളിലായി ആയിരക്കണക്കിന് കൊക്കുകളാണ് അന്നം തേടി ഇവിടെ എത്തുന്നത്.